ടീ എരിഞ്ഞ ഒത്തിരിയാണ് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നത്തെ വ്ളോഗ് കേട്ടോ. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന രണ്ടും കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു നമ്മുടെ ഓട്സ് ദോശയാണ് കേട്ടോ. അപ്പോൾ ഓട്സ് കൊണ്ട് ഞാൻ രണ്ട് ഐറ്റംസ് അല്ല ഈ ഡയറ്റ് ആർക്കൊക്കെ പറ്റുന്ന രണ്ട് റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ഓട്സിൻ്റെ ഒരു ദോശയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. നല്ല ടേസ്റ്റിൽ അങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നും കഴിക്കേണ്ട ദോശയല്ല കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ട് തന്നെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലൊരു ദോശയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി പിന്നെ കുട്ടികൾക്ക് ഞാനൊന്ന് ഉണ്ടാക്കാൻ വിചാരിച്ച് നല്ല പൊരിച്ച പത്തിരിയാണ് കേട്ടോ. ആ പത്തിരി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കടയിൽ നിന്ന് നിങ്ങൾ പത്തിരി വാങ്ങി കഴിക്കില്ല. അത്രയും ഞാൻ കോൺഫിഡൻറ്റിൽ പറയുന്നത് അത്രയും ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. നല്ല പുറത്ത് നല്ല ഞെരിഞ്ഞിട്ടുള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ലൈറ്റ് മധുരമൊക്കെ ആയിട്ടുള്ള നല്ല ഒറിജിനൽ പൊരിച്ച പത്തിരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ കഴിക്കുന്ന ഓട്സിൻ്റെ ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തക്കാളി, ഉള്ളി, ക്യാരറ്റ്, ക്യാപ്സിക്കത്തിൽ സാധനത്തിനുണ്ടോ. ഇതൊരിക്കലും നിർബന്ധമുള്ള കാര്യമില്ല. ഇതിൽ നിങ്ങളുടെ കയ്യിലുള്ളത് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഉള്ളി മെയിനായിട്ട് ഉള്ളി, തക്കാളി മാത്രം ചേർത്താൽ മതി. ഉണ്ടെങ്കിൽ ക്യാരറ്റും കൂടെ. അപ്പോൾ ഞാനൊരു ലെഫ്റ്റ് ഓവർ ക്യാപ്സിക്കത്തിന് കഷ്ണം ഇട്ടുന്നതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഇതൊരു കഴിഞ്ഞ ദിവസം എന്തോ ഒന്ന് ഉണ്ടാക്കിയതിൽ ബാലൻസ് വന്ന കുറച്ച് വെജിറ്റബിൾസാണ് കേട്ടോ. അതിൽ ബീൻസും ക്യാബേജൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഫ്രിഡ്ജിലിരിക്കാറുണ്ട്, അതുകൂടെ അതിലിരുന്നുണ്ട്. ഇങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. എന്താണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. ഉള്ളി, തക്കാളി മെയിനായിട്ട് അത് രണ്ടായാലും മതി. ഇത് ആദ്യമായിട്ട് അപ്പോൾ നമ്മൾ ഓട്സ് ദോശയ്ക്ക് ഓട്സ് ദോശയാണോ ഓട്സ് ഓംപ്ലേറ്റ് എന്നോ എന്തായാലും പറയാം കേട്ടോ. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് മുട്ടയാണ്. 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇതിലൊരു മുട്ടയെങ്കിലും ഒരു ദിവസം ഫുഡിൽ ഉൾപ്പെടുത്താൻ നോക്കണം കേട്ടോ. അതുള്ളത് പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനേഷം ഓട്സ് ഇത്ര 1/2 കപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ മുഴുവനായിട്ട് ഇടുന്നില്ല. അതിൻ്റെ ഹാഫ് ഇട്ടിട്ടുണ്ട്, അതായത് 1/4 കപ്പ് ഓട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചിട്ടുണ്ടാ. കുരുമുളക് പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇതിലേക്ക് കുറച്ച് പാലൊഴിക്കണം കേട്ടോ. എന്നാലാണ് ഈ ദോശയ്ക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ദോശ ഞാൻ അവിടെ ഒരു ഫ്രൈ പാനിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആ ക്ലിപ്പ് മിസ്സായിപ്പോയി. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഞാൻ ഓൺ വോയിസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പൊരിച്ച പത്തിരീൻ്റെ ഒക്കെ. പിന്നെ മഴ ആ സമയത്ത് നന്നായിട്ടുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒട്ടും ക്ലിയർ ആവില്ല. അപ്പോൾ ഞാൻ വേറെ വോയിസ് ഓവർ കൊടുക്കുക കേട്ടോ. അപ്പോൾ പൊരിച്ച പത്തിരിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കാണിച്ച ആ ഒരു കപ്പ് ഉണ്ടല്ലോ, ആ കപ്പിൽ 1.5 കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ കറക്റ്റായിട്ടും. അതിനുശേഷം ആ വെള്ളത്തിലേക്ക് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ബ്ലാക്ക് ക്യൂമിൻ ഉണ്ടല്ലോ കരിഞ്ജീരകം, അതും 1/2 സ്പൂണും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ പൊടി എടുത്തിട്ടുള്ള അളവ് അതേ കപ്പിൽ തന്നെ 3/4 ഭാഗത്തോളം നമ്മുടെ അരിപ്പൊടിയും ബാക്കി 1/4 ഭാഗം മൈദ പൊടിയും കൂടിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ മെയിനായിട്ടുള്ള ആ ഒരു പോർഷൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതന്നെയാണ് കേട്ടോ സെയിം ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ അളവിൽ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അതിൻ്റെ അടുത്ത് നമ്മുടെ ഓട്സിൻ്റെ ദോശ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ടൊമാറ്റോ സോസ് കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ പൊടി അതിൻ്റെ അടുത്ത് മക്കളെ ചോദിച്ചപ്പോൾ എടുത്ത് കൊടുക്കുകയാണ്. പിന്നെ എനിക്കുള്ള ഗ്രീൻ ടീയും കൂടെയാണ് കേട്ടോ. പത്തിരിപ്പൊടി ഇവിടെ കേട്ടോ, ഒന്ന് ചൂടാറട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ഇത് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ടേസ്റ്റാന്ന് പറയുമോ? ഗ്രീൻ ടീ
അങ്ങനെ ഇതാ നമ്മുടെ പൊരിച്ച പത്തിരിക്കുള്ള ആ ഒരു മാവ് ഞാൻ പരത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊരിച്ച പത്തിരി കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ അറിയാമല്ലോ, നമ്മൾ നെയ്പത്തിരീൻ്റെ ഒന്നും അതിനേക്കാൾ കുറച്ചുകൂടെ തിക്നെസ്സിലാണ് അത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് കേട്ടോ അത് കഴിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവുക. അപ്പോൾ പരത്തിയെടുത്തു. കുറച്ച് മൈദപ്പൊടി കൂടെ ഇട്ടിട്ട്, അല്ലെങ്കിൽ അരിപ്പൊടി ആയാലും മതി, ഇതിലേതെങ്കിലും ഇട്ടിട്ട് ആ ഒരു തിക്നെസ്സിൽ പരത്തിയെടുത്തിട്ട് വീട്ടിൽ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, പൊരിച്ച പത്തിരീൻ്റെ ഷേപ്പ്, അതിലുള്ള ഗ്ലാസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടിൽസിൻ്റെ ക്യാപ്പോ ആയാലും മതി. അതിൻ്റെ എൻഡ് ഭാഗത്ത് കുറച്ച് ഓയിലൂടെ തേച്ച് കൊടുത്തിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അമർത്തി കൊടുത്താൽ കറക്റ്റായിട്ട് അതിങ്ങനെ ആ ഒരു ഷേപ്പിൽ കട്ടായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കി വരുന്ന ആ ഒരു മാവ് വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് കുഴച്ച് പരത്തി ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എനിക്ക് ഇതിൽ ടോട്ടൽ 19 പത്തിരിയാണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് അങ്ങനെ ചെയ്തപ്പോൾ 19 പത്തിരിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ടൊന്നും ഞാൻ പൊരിക്കുന്നുണ്ടായിരുന്നില്ല, മക്കൾക്ക് വേണ്ടിയിട്ടുള്ള മാത്രം ഒരു 6 എണ്ണം മാത്രമേ പൊരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഞാൻ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ചെയ്തിട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിങ്ങനെ ഓരോന്നും വെച്ചിട്ട് നമ്മൾ അരിപ്പൊടി കുറച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് വേണം അത് വെച്ചെടുക്കാൻ, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിലിങ്ങനെ വേർപ്പ് പോലെ വന്നിട്ട് അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസം ഇങ്ങനെ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഈ പത്തിരി പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണേൻ്റെ ചൂടിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. അതായത് തീരെ ചൂട് കുറയാനും പാടില്ല, എന്നാൽ ഹൈ ഹീറ്റിലാവാനും പാടില്ല കേട്ടോ. രണ്ടും ഫ്ലോപ്പായി പോവും. കുറഞ്ഞിരുന്ന എണ്ണ കുടിക്കുകയും ചെയ്യും. ഹൈ ഹീറ്റിലാണെങ്കിൽ പിന്നെ ഉള്ളു വേവുകയില്ല കേട്ടോ. അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഹീറ്റാണ് സമയത്ത് ഇട്ട് കൊടുത്തിട്ട് ടൈം എടുത്തിട്ട് തന്നെ അത് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ചിക്കൻ കറി പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ടിട്ട് മസാലകളും ഇട്ട് ചിക്കനും ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് വറവിട്ടും കൂടെ എടുത്താൽ നമ്മൾ പെട്ടെന്ന് ഈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ കറി റെഡി. ഇതൊക്കെ അറിയാത്തവരാരും ഉണ്ടാവില്ല. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കേട്ടോ. കുരുമുളക് പൊടി ഇതൊരു 1/2 ടീസ്പൂൺ കേട്ടോ. കുറച്ച് മുളക് പൊടി, അല്ലെങ്കിൽ എരിവ് അധികം ആയിരിക്കും. വലിയ ജീരകത്തിൻ്റെ പൗഡറാണ് കേട്ടോ. കുറച്ച് ഉലുവട്ടിട്ട് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം, ഞാൻ ചൂടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് എടുത്തേക്കാം. നമ്മൾ പത്തിരി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓടി വെച്ചിട്ടൊരു 2 വിസിൽ. ആ സമയം കൊണ്ട് വലിലേക്കുള്ള തേങ്ങ കൂടെ കാണിച്ചതാ ഞാൻ എങ്ങനെയാണ് തേങ്ങ സൂക്ഷിക്കണേന്ന്. ഞാൻ അതുപോലെ തേങ്ങ പൊട്ടിച്ചിട്ട് അത് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട്, ഇത് എളുപ്പമാണല്ലോ. നമ്മൾ തേങ്ങ ചേരണ്ടതിൻ്റെ പകുതി പണിയില്ല കേട്ടോ. ഒന്ന് കത്തി കൊണ്ടൊന്നിങ്ങനെ വരിഞ്ഞത് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി എടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി ഒരു 2 വിസിലടിച്ചപ്പോൾ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. മൂടി തുറന്ന് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള, അതിൽ തേങ്ങയിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. വെറും തേങ്ങ മാത്രം അരച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്തു. പിന്നെന്താ ചെറിയ ഉള്ളി കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചൊഴിക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റിയായി കറി കേട്ടോ. പെട്ടെന്ന് നമ്മളുടെ ആ പത്തിരി ആവുന്ന സമയത്ത് തന്നെ നമ്മുടെ കറി റെഡിയായി. ലാസ്റ്റ് അതിൽ കുറച്ച് മല്ലി എല്ലാം കൂടെ ഇട്ടാൽ ഒന്നുകൂടെ ഒരു എക്സ്ട്രാ ടേസ്റ്റ് കൂടെ ആയിട്ടോ. പിന്നെ ഗരം മസാലയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൊരിച്ചത്തിരി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഞാൻ നേരത്തെ കഴിച്ചതാണ്, ഞാൻ ഓട്സിൻ്റെ പോർഷനായി കഴിച്ചതെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ടേസ്റ്റ് ആവും കേട്ടോ. 2, 4, 6, 8 പത്തിരി അതുള്ളത് കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടോ, നല്ല ഞെരിഞ്ഞ പത്തിരിയാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ചോത്തിരി ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എന്താ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.